ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു PYQ ആണ് നോക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന എ വിഭാഗത്തിന് യോജിച്ചവ ബി വിഭാഗത്തിൽ നിന്ന് കണ്ടെത്തി ചുവടെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്ന് ഉത്തരം കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ സി ആണ്. അതായത് വൈകുണ്ഠസ്വാമികൾ, സമത്വ സമാജം, അയ്യങ്കാളി സാധുജന പരിപാലന യോഗം, വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം, VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. വൈകുണ്ഠസ്വാമികൾ, സമത്വ സമാജം, അയ്യങ്കാളി സാധുജന പരിപാലന യോഗം, വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം, VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. അപ്പോൾ ചട്ടമ്പി സ്വാമികളുടെയാണ് വൈകുണ്ഠസ്വാമിയുടെ സമത്വ സമാജമാണ്. ചട്ടമ്പി സ്വാമിയുടെ ഏതൊക്കെയാണ്? കൂട്ടുകുടുംബ വ്യവസ്ഥ, മരുമക്കത്തയെ എന്നിവയ്ക്കെതിരെ പോരാടിയതാണ് ചട്ടമ്പി സ്വാമികൾ. കുര്യാക്കോസ് ഏലിയാസ് ചവറ എന്ന് വെച്ചാൽ അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു. വാഗ്ഭടാനന്ദ ആത്മവിദ്യാസംഘം, വക്കം അബ്ദുൽ ഖാദർ മൗലവി, തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ, സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം, പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം, മന്നത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റി, VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ, കുമാര ഗുരുദേവൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ താഴെ കൊടുത്തിരിക്കുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന കലാപങ്ങളിൽ ആദ്യത്തേത് ആറ്റിങ്ങൽ കലാപമാണ്. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം നടന്നത് 1721 ഏപ്രിൽ 15 ആറ്റിങ്ങൽ കലാപം നടന്നത് എന്നാണ്. 1721 ഏപ്രിൽ 15 ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാട് ഭരണാധികാരി ആദിത്യ വർമ്മയാണ്. ആറ്റിങ്ങൽ കലാപത്തെ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഗിഫോർഡാണ്. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടി വേണാട് ഉടമ്പടിയാണ്. ഇനി ഇതിനകത്ത് ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് വേലുത്തമ്പിയുടെ കലാപം. അപ്പം വേലുത്തമ്പിയുടെ കലാപം അത് കുണ്ടർ വിളംബരം നടന്ന വർഷം എന്നാണ്? 1809 ജാനുവരി 11. ഏത് ബ്രിട്ടീഷ് റെസിഡൻറ്റിൻ്റെ ഔദ്യോഗിക വസതിയാണ് തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും സംയുക്ത സൈന്യം ആക്രമിച്ചത്? കോളിൻ മെക്കാളെ ആണ്. പഴശ്ശി കലാപം എന്ന് പറയുന്നത്, പഴശ്ശി കലാപം ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ മലബാറിൽ നടന്ന ശക്തമായ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകിയതാണ് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ. ഒന്നാം പഴശ്ശി വിപ്ലവം 1793 1797. രണ്ടാം പഴശ്ശി വിപ്ലവം 1800 1805. കുരിശ്യ കലാപം എന്നാണ് നടന്നത്? 1812. അപ്പോൾ നമ്മൾ പറഞ്ഞു ആറ്റിങ്ങൽ കലാപം 1721 ഏപ്രിൽ 15, 9 ജാനുവരി 11. പഴശ്ശി കലാപം ഒന്നാം പഴശ്ശി വിപ്ലവം 1793 1797. രണ്ടാം പഴശ്ശി വിപ്ലവം 1800 1805. കുരിശ്യ കലാപം 1812. തേഭാഗ സമരം ഏത് സംസ്ഥാനവും ബന്ധപ്പെട്ട പ്രക്ഷോഭമാണ്? ബംഗാളുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭമാണ് തേഭാഗ പ്രക്ഷോഭം. തേഭാഗ സമരം നടന്ന കാലഘട്ടം 1946-47 കാലഘട്ടത്തിലാണ്. പ്രധാന നേതാവ് ഭവാനി സെൻ ആണ്. തേഭാഗ പ്രക്ഷോഭം നടന്ന പ്രദേശം ബംഗാളാണ്. അടുത്തത് 1857 ഒന്നാം ശാന്തി സമരവുമായി ബന്ധമില്ലാത്ത നേതാക്കൾ സിദ്ധുവും കാനുമാണ്. ബന്ധമില്ലാത്ത നേതാക്കളെന്ന് വെച്ചാൽ സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയതാണ് സിദ്ധുവും കാനു. സാന്താൾ കലാപം ആരംഭിച്ചത് ജൂൺ 30 1855 ജൂൺ 30 സാന്താൾ കലാപം ആരംഭിച്ചത്. ഇനി അടുത്തത് റാണി ലക്ഷ്മിബായി എവിടെയാണ് നേതൃത്വം നൽകിയത്? ഒന്നാം സ്വാതന്ത്ര്യത്തിന് നേതൃത്വം നൽകിയത് ഝാൻസിയിലാണ്. ബീഹാർ ഹസ്രത്ത് മഹൽ ലക്നൌവിലാണ്. താന്തിയ തോപ്പി ഗ്വാളിയാറിൽ. നാനാ സാഹിബ് എന്ന് പറയുന്നത് കാൺപൂരിൽ. കൺവർ സിംഗ് ബീഹം ആര. അപ്പോൾ റാണി ലക്ഷ്മിബായി ഝാൻസി, ബീഹാർ ഹസ്രത്ത് മഹൽ ലക്നൗ, താന്തിയ തോപ്പി ഗ്വാളിയാർ, നാനാ സാഹിബ് കാൺപൂർ. ദ ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ് അന്ത്യവിധി എന്ന കലാസൃഷ്ടി ആരുടേതാണ്? മൈക്കിൾ ആഞ്ചലോയുടെയാണ്. ഏത് എന്ന് പറയുന്നത്? ദ ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്നത് മൈക്കിൾ ആഞ്ചലോയുടെയാണ്. ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ് മൈക്കിൾ ആഞ്ചലോയുടെയാണ്. അന്ത്യവിധി, വിശുദ്ധ അന്തോണിയസിൻ്റെ പീഡനം എന്നിവ ലിയോണാർഡോ ഡാവിഞ്ചിയുടെയാണ്. മൊണാലിസ, അവസാനത്തെ അത്താഴവും മൊണാലിസയും ലിയോണാർഡോ ഡാവിഞ്ചിയുടെയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ ഗാന്ധിജിക്ക് ശേഷം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് രാമചന്ദ്ര ഗുഹയാണ്. ഇന്ത്യ ഗാന്ധിജിക്ക് ശേഷം എന്ന
കൃതിയുടെ കർത്താവ്. ഉപദ്വീപീയ ഇന്ത്യയിലെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദിയെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ താഴെ തന്നിരിക്കുന്ന ഏതാണ് ശരി? ഛത്തീസ്ഗഡിലെ മൈക്കല മലനിരയിൽ നിന്ന് ഉത്ഭവിക്കുന്ന അപ്പം ഇന്ദ്രാവതി, ശബരി എന്നിവ ഗോദാവരി നദിയുടെ പോഷക നദിയാണ്. ഗാന്ധിസാഗർ ഡാം ചാമ്പൽ നദിയിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പം നർമ്മദാ നദിയുടെ ഉത്ഭവസ്ഥാനം മൈക്കല പർവ്വത നിരയിലാണ്. അമർകണ്ട് പീഠഭൂമിയിലെ പടിഞ്ഞാറൻ ചരിവിൽ 1057 മീറ്റർ ഉയരത്തിൽ നിന്ന്. നർമ്മദാ നദിയുടെ നീളം 1312 കിലോമീറ്ററാണ്. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളിലെ ഏറ്റവും വലിയ നദിയാണ് നർമ്മദ എന്ന് പറയുന്ന പ്രാചീന കാലത്തെ രേവ എന്നറിയപ്പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, സൈലന്റ് വാലി, ബന്ദിപ്പൂർ, മുതുമലൈ എന്നീ ദേശീയോദ്യാനങ്ങൾ ഉൾപ്പെടുന്ന ജൈവമണ്ഡലം എന്ന് പറയുന്നത് നീലഗിരിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് നീലഗിരി ബയോസ്ഫിയർ റിസർവ് ആണ്. നീലഗിരി ബയോസ്ഫിയർ റിസർവ് നിലവിൽ വന്നത് 1986 സെപ്റ്റംബറിലാണ്. നീലഗിരി ബയോസ്ഫിയർ റിസർവിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ വയനാട്, നാഗർഹോള, ബന്ദിപ്പൂർ, മുതുമലൈ, നിലമ്പൂരിലെ വനഭാഗങ്ങൾ ആണ്. മഞ്ഞു തിന്നുന്നവൻ എന്നറിയപ്പെടുന്ന പ്രാദേശികവാദം ഏത് എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്നത് ആൻസർ എന്ന് പറയുന്നത് ഫോനല്ല, ചിനൂക്കാണ്. അപ്പം വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വത നിരയുടെ കിഴക്കൻ ചരിവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ഏത് എന്ന് പറയുന്നത് ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക്. ഈ ക്വസ്റ്റ്യൻ PSC ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യനാണ്. ഇതിനകത്ത് ആൻസർ ഇല്ലാത്തതുകൊണ്ട് തന്നെ. അപ്പോൾ ചിനൂക്കാണ് ഏത് എന്ന് പറയുന്ന മഞ്ഞു തിന്നുന്നവൻ എന്നറിയപ്പെടുന്നത്. ഈ കാറ്റിൻ്റെ ഫലമായി റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചരിവിലെ മഞ്ഞുരുകി മാറുന്നതിനാലാണ് ഇവ മഞ്ഞു തീനി എന്നർത്ഥം വരുന്ന ചിനൂക്ക് എന്ന പേര് ലഭിച്ചത്. അപ്പോൾ ചിനൂക്കാണ് എന്ത് എന്നറിയപ്പെടുന്നത്? മഞ്ഞു തിന്നുന്നവൻ എന്നറിയപ്പെടുന്നത്. ഇനി അടുത്ത അതിനകത്ത് ഹെർമാറ്റൻ. ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന പ്രാദേശികവാദമാണ് ഹെർമാറ്റൻ. പൊതുവെ ഈർപ്പം നിറഞ്ഞ അസുഖകരമായ കാലാവസ്ഥ നിലനിൽക്കുന്ന പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് ഈ കാറ്റ് എത്തുന്നതോടെ കാലാവസ്ഥ മെച്ചപ്പെടുന്നതിന് ജനങ്ങൾ ഇവയെ ഡോക്ടർ എന്നും വിളിക്കുന്നു. ഹെർമാറ്റൻ അല്ലെങ്കിൽ ഡോക്ടർ. മിസ്ട്രൽ എന്ന് വെച്ചാൽ ആൽപ്സ് പർവ്വതനിരയിൽ നിന്ന് റോൺ പർവ്വതനിരയിലേക്ക് മെഡിറ്ററേനിയൻ കടലിലേക്ക് വീശുന്ന ശീതക്കാറ്റിനെയാണ് മിസ്ട്രൽ എന്ന് അറിയപ്പെടുന്നത്. ഫൊൻ എന്ന് വെച്ചാൽ ആൽപ്സ് പർവ്വതനിര കടന്ന് വടക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന കാറ്റാണ് ഫൊന്ന്. ഈ കാറ്റ് താഴ്വാരത്തേക്ക് ഇറങ്ങുമ്പോൾ സമ്മർദ്ദം കൊണ്ട് ചൂടാകുന്നതിന് ആ ഭാഗത്തെ അന്തരീക്ഷത്തിലെ തണുപ്പിൻ്റെ കാഠിന്യം കുറയാൻ കാരണമാകുന്നു. ലൂ എന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലയാണ് ഏത് എന്ന് പറയുന്നത് അവസാദ ശില എന്ന് പറയുന്നത്. വ്യത്യസ്ത നിറത്തിലും കാഠിന്യമുള്ളത്തിലും ശിലകൾ കാണപ്പെടുന്നു. ഇവ രൂപത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആഗ്നേയശില, അവസാദശില. ആഗ്നേയശില എന്ന് വെച്ചാൽ ഭൂവൽക്കത്തിൻ്റെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവം ഭൗമോപരിതലത്തിൽ വെച്ചോ ഭൂവൽക്കത്തിൽ വെച്ചോ തണുത്തുറഞ്ഞു രൂപപ്പെടുന്ന ശിലയാണ് ഏത് എന്ന് പറയുന്നത് ആഗ്നേയശില എന്ന് പറയുന്നത്. ആഗ്നേയശിലയ്ക്ക് ഉദാഹരണമാണ് ഗ്രാനൈറ്റ്, ബസാൾട്ട് എന്നിവ. അവസാദശില എന്ന് വെച്ചാൽ കാലാന്തരത്തിൽ ശിലകൾ ക്ഷയിച്ച് പൊടിയുന്നു. ഈ അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ പാളികളായി നിക്ഷേപിക്കുകയും പിന്നീട് അവ ഉറച്ച് വിവിധതരം അവസാദശിലകളായി മാറുന്നു. ഉദാഹരണം മണക്കല്ല്, ചുണ്ണാമ്പുകല്ല്, കൽക്കരി, ചോക്ക്, ഷെയ്ല്. കായാന്തരശില എന്ന് വെച്ചാൽ ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ശിലകൾ ഭൗതികമായും രാസപരമായ മാറ്റങ്ങൾക്ക് വിധേയമായാണ് കായാന്തരശില രൂപപ്പെടുന്നത്. ഉദാഹരണം എന്ന് പറയുന്നത് മാർബിൾ, സ്ലേറ്റ്, ഗ്രാഫൈറ്റ്, നൈസാണ്. അപ്പോൾ ആഗ്നേയശിലകൾക്ക് ഉദാഹരണം ഗ്രാനൈറ്റ്, ബസാൾട്ട്, ഗാബ്രോ, ഡോളറൈറ്റ് ആണ്. അവസാദശിലയ്ക്ക് ഉദാഹരണം മണക്കല്ല്, ചുണ്ണാമ്പുകല്ല്, കൽക്കരി, ചോക്ക്, ഷെയിലാണ്. കായാന്തരശിലകൾക്ക് ഉദാഹരണം മാർബിൾ, സ്ലേറ്റ്, ഗ്രാഫൈറ്റ്, നൈസ് ആണ്. ജുമ്മിങ് കൃഷിരീതി ചെയ്തു വരുന്ന മോൻപ, മിഷ്മി, നാഗ ഗിരിവർഗ വിഭാഗം കണ്ടുവരുന്ന ഹിമാലയ ഭാഗമാണ് അരുണാചൽ ഹിമാലയം എന്ന് പറയുന്നത്. ഭൂട്ടാൻ ഹിമാലയത്തിനു കിഴക്കു മുതൽ ദിഫു ചുരം വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് അരുണാചൽ ഹിമാലയം എന്ന് പറയുന്നത്. അപ്പോൾ ജുമ്മിങ് കൃഷിരീതി ചെയ്തു വരുന്ന മോൻപ, മിഷ്മി, നാഗ ഗിരിവർഗ വിഭാഗം കണ്ടുവരുന്ന ഹിമാലയ ഭാഗം അരുണാചൽ ഹിമാലയമാണ്. ഇന്ത്യയിലെ ജോഷിമഠ് അടുത്ത കാലത്ത് വളരെ വാർത്താ
പ്രാധാന്യം നേടിയ സ്ഥലമാണ്. ഇത് ഏത് സംസ്ഥാനത്തിലാണ്? ഉത്തരാഖണ്ഡിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ചേരുംപടി ചേർക്കാനാണ്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന പരുത്തിയാണ്. സെയ്ദ് എന്ന് പറയുന്ന പഴമാണ്. റാബി എന്ന് പറയുന്നത് ഗോതമ്പാണ്. ഒറൈസ സെറ്റേവ എന്ന് പറഞ്ഞാൽ നെല്ലാണ്. യൂണിവേഴ്സൽ ഫൈബറാണ് എന്തെന്ന് പറഞ്ഞാൽ പരുത്തി. സെയ്ദ് എന്ന് പറയുന്നത് പഴമാണ്. റാബി എന്ന് പറയുന്നത് ഗോതമ്പാണ്. ഒറൈസ സെറ്റേവ നെല്ല്. 2021-24 ഇന്ത്യൻ ബഡ്ജറ്റിൻ്റെ അമൃതകാൽ എന്ന പേരിൽ 7 മുൻഗണനകൾ നൽകുന്നു. ഇതിൽ പെടാത്തത് വിവരാവശ്യമാണ്. നീതി ആയോഗുമായി സംബന്ധിച്ച് പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നാണ് ചോദിച്ചത്. ശരിയായത് എന്ന് വെച്ചാൽ ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്ന ഭരണ സംവിധാനമാണ് നീതി ആയോഗ്. നീതി ആയോഗിൻ്റെ ആദ്യ അധ്യക്ഷരെന്ന് വെച്ചാൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ്. 2015 ജാനുവരി 1 നിലവിൽ വന്നു. നീതി ആയോഗിൻ്റെ ആസ്ഥാനം ഡൽഹിയാണ്. അപ്പം ആസൂത്രണ കമ്മീഷൻ്റെ പ്രവർത്തനം അവസാനിപ്പിച്ചുകൊണ്ട് നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജാനുവരി 1 നീതി ആയോഗിൻ്റെ പൂർണ്ണരൂപം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നാണ്. നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. നീതി ആയോഗിൻ്റെ ആസ്ഥാനം ഡൽഹിയാണ്. നീതി ആയോഗിലെ ഉപാധ്യക്ഷൻ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നിവരെ നിയമിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. നീതി ആയോഗിൻ്റെ ഘടന എന്ന് വെച്ചാൽ അധ്യക്ഷൻ, എല്ലാ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, എല്ലാ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനൻറ്റ് ഗവർണർമാർ, ഉപാധ്യക്ഷൻ, സ്ഥിര അംഗങ്ങൾ, 4 അനൗദ്യോഗിക അംഗങ്ങൾ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റർ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആത്മനിർഭർ ഭാരത് അഭിയാൻ പദ്ധതി താഴെ പറയുന്നത് ശരിയല്ലാത്ത അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് വേണ്ടി മാത്രമുള്ളത് എന്നാണ് ശരിയല്ലാത്തത്. ശരിയായിട്ടുള്ളത് ആത്മനിർഭർ ഭാരതുമായി ബന്ധപ്പെട്ട് ശരി. 2020 മെയ് 12 പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ GDPയുടെ 10% വരുന്ന പദ്ധതി. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന ചേരുംപടി ചേർക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. GST നിലവിൽ വന്നത് എന്നാണ്? 2017 ജൂലൈ 1. ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്നത് 1950 മാർച്ച് 15. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം എന്ന് പറയുന്നത് 2005 ഓഗസ്റ്റ് 23. ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1951 ഏപ്രിൽ 1. 1951 ഏപ്രിൽ 1 ആണ്. താഴെ തന്നിരിക്കുന്ന നബാർഡുമായി ബന്ധമില്ലാത്ത 1980 ജൂലൈ 12 സ്ഥാപിതമായത് തെറ്റാണ്. ശരിയായിട്ടുള്ളത് ഏത് എന്ന് ചോദിച്ചാൽ 1982 നബാർഡ് നിലവിൽ വന്ന 1982 ജൂലൈ 12. 1982 ജൂലൈ 12 സ്ഥാപിതമായി. കാർഷിക വികസനവും ഗ്രാമീണ വികസനവും ആസ്ഥാനം മുംബൈയാണ്. ശിവരാമൻ കമ്മിറ്റി ആണ്. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടനയിലേക്ക് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കടമെടുത്ത ആശയങ്ങൾ ഏതൊക്കെ എന്ന് ചോദിച്ചാൽ ആൻസർ എന്ന് പറയുന്നത് 1ഉം 2ഉമാണ്. നീതിന്യായ പുനഃപരിശോധനയും അവശിഷ്ട അധികാരവും ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കടമെടുത്ത നീതിന്യായ പുനഃപരിശോധന, അവശിഷ്ട അധികാരം. അപ്പോൾ നീതിന്യായ പുനഃപരിശോധന എന്ന ആശയം ഇന്ത്യ ഭരണഘടന കടമെടുത്തിരിക്കുന്ന ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കടമെടുത്ത സവിശേഷതകളിൽ പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതാണ് നീതിന്യായ പുനഃപരിശോധനയും അവശിഷ്ട അധികാരവും. നിയമവാഴ്ച എന്ന ആശയവും പാർലമെൻ്ററി സമ്പ്രദായവും ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് എടുത്താണ്. ഏതൊക്കെയാണ്? നിയമവാഴ്ച എന്ന ആശയവും പാർലമെൻ്ററി സംവിധാനവും ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ടതാണ്. നീതിന്യായ പുനഃപരിശോധന എന്ന് വെച്ചാൽ അമേരിക്കയിൽ നിന്ന് കടം കൊണ്ടതാണ്. അവശിഷ്ട അധികാരം കാനഡയിൽ നിന്നുമാണ്. അപ്പോൾ അവശിഷ്ട അധികാരം കാനഡ, നീതിന്യായ പുനഃപരിശോധന അമേരിക്ക, നിയമവാഴ്ചയും പാർലമെൻ്ററി സമ്പ്രദായവും ബ്രിട്ടൻ. താഴെ തന്ന പ്രസ്താവനകളിൽ ഉത്തരവുകളുമായി അതായത് റിട്ടുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏത് എന്ന് വെച്ചാൽ ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഇന്ത്യൻ ഭരണഘടന 5 തരം ഉത്തരവുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. 5 തരം ഉത്തരവുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. മാർഗനിർദ്ദേശ തത്വങ്ങളിൽ ലക്ഷ്യത്തിൽ പെടാത്ത ആശയം ഏതെന്ന് വെച്ചാൽ 2ആണ്. മതസ്വാതന്ത്ര്യം വർദ്ധിപ്പിക്കുക എന്നതാണ് മാർഗനിർദ്ദേശ തത്വങ്ങളിൽ ലക്ഷ്യമല്ലാത്തത്. ഇന്ത്യ ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുന്നതിനായി ഭരണഘടന അനുശാസിക്കുന്ന അടിസ്ഥാന തത്വങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് അന്തർദേശീയ സമാധാനം പരിപോഷിക്കുക, വിഭവങ്ങളുടെ തുല്യ വിതരണം, ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക. ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം 4 പ്രതിപാദിച്ചിരിക്കുന്ന മൗലിക കർത്തവ്യങ്ങളിൽ പെടാത്തത് ഏത്?
പെടാത്തത് ഏത് എന്ന് വെച്ചാൽ ആൻസർ 3 വ്യക്തിഗത നികുതി അടയ്ക്കുക. 4A വരുന്നതല്ല. ബാക്കി 3 ശരിയാണ്. സ്ത്രീകളുടെയും കുട്ടികളുടെയും അന്തസ്സിനും ആഭിജാത്യത്തിനും കളങ്കം വരുന്ന പ്രവൃത്തികളിൽ ഇടപെടാതിരിക്കുക. നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക. രക്ഷിതാക്കൾ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചനാധികാരത്തിൽ പെടാത്തത് 3ഉം 4ഉമാണ്. അപ്പം 3ഉം 4ഉം എന്താണ്? ലോക്സഭ ഒരു പാർട്ടിക്ക് വ്യക്തപരമായ ഭൂരിപക്ഷം ഉണ്ടെങ്കിലും രാഷ്ട്രപതിക്ക് ഇഷ്ടമുള്ള വ്യക്തിയെ പ്രധാനമന്ത്രിയാക്കാം എന്നത് തെറ്റാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം എന്നത് തെറ്റാണ്. വിവേചന അധികാരത്തിൽ പെടുന്നത് ഒരു പാർട്ടിക്ക് വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ രാഷ്ട്രപതിക്ക് ഇഷ്ടമുള്ള വ്യക്തിയെ പ്രധാനമന്ത്രിയായി നിയമിക്കാം. മന്ത്രിസഭയുടെ തീരുമാനം പുനഃപരിശോധനയ്ക്കായി രാഷ്ട്രപതിക്ക് തിരിച്ചയക്കാം. ഇതിത്രയും ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഭരണഘടനയുടെ 7ാം പട്ടികയെ പ്രതിപാദിച്ചിരിക്കുന്ന അവശിഷ്ടാധികാരവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവശിഷ്ട അധികാരവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന 1ഉം 2ഉം 4ഉമാണ്. സൈബർ നിയമങ്ങൾ അവശിഷ്ടാധികാരങ്ങൾക്ക് ഉദാഹരണമാണ്. ഈ ആശയം കടമെടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നാണ്. അവശിഷ്ടാധികാരത്തിൽ നിന്ന് നിയമം നിർമ്മിക്കാനുള്ള അധികാരം ഗവൺമെൻറ്റിനാണ് എന്നത് ഇത്രയും ശരിയാണ്. അപ്പോൾ അവശിഷ്ടാധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 248 ഭരണഘടനയുടെ ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്നതിനുള്ള അധികാരം അവശിഷ്ടാധികാരത്തിന് ഉദാഹരണമാണ് സൈബർ നിയമം എന്ന് പറയുന്നത്. ഇനി കേരള സംസ്ഥാന വികലാംഗ ക്ഷേമ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് 1, 2, 3, 4 ശരിയാണ്. കേരള സംസ്ഥാന വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ 1979 സ്ഥാപിതമായി കേരള ഗവൺമെൻറ് കീഴിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമാണ്. ആസ്ഥാനം തിരുവനന്തപുരം പൂജപ്പുരയാണ്. ശ്രീമതി ജയഡാളി MV ചെയർപേഴ്സൺ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ താഴെ തന്നിരിക്കുന്നത് തെറ്റായ ജോഡി ഏതെന്നാണ്. 4 തെറ്റായിട്ടുള്ള ജോഡി. ആശാഭവനം എന്ന് വെച്ചാൽ മാനസികാരോഗ്യം ഭേദമായവരുടെ പുനരധിവാസ ലക്ഷ്യം. മഴവില്ല ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് വേണ്ടിയുള്ള സമഗ്ര പദ്ധതി. പരിരക്ഷാ പദ്ധതി ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനായുള്ള പദ്ധതി. താഴെ തന്നിരിക്കുന്ന ഈ ഇന്ത്യൻ ഭരണഘടനയിലെ ശരിയായ വകുപ്പ് എന്ന് വെച്ചാൽ വകുപ്പ് 312 രാജ്യസഭയുടെ പ്രത്യേക അധികാരമാണ്. എന്തെന്ന് പറയുന്ന വകുപ്പ് 312 വരുന്ന വകുപ്പ് 387 ഭരണഘടനാ ഭേദഗതി. വകുപ്പ് 301 സ്വത്തവകാശ നിയമപരമായ അവകാശം. വകുപ്പ് 309 പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം. കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതൊക്കെയെന്ന് വെച്ചാൽ 1996 NK ആൻ്റണി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ആദ്യത്തെ കമ്മീഷൻ രൂപീകരിച്ചു. ആദ്യത്തെ അധ്യക്ഷ സുഗതകുമാരി ആയിരുന്നു. ഇപ്പോഴത്തെ അധ്യക്ഷ ശ്രീമതി സതീദേവി. ജസ്റ്റിസ് D ശ്രീദേവി കേരള വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷസ്ഥാനം 2 തവണ വഹിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നത് തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചത്. തെറ്റായ പ്രസ്താവന 3 ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നപ്പോൾ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ആയിരുന്നു എന്നാണ് തെറ്റായിട്ടുള്ളത്. അപ്പം ശരിയായിട്ടുള്ളത് എന്ന് വെച്ചാൽ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി 2007 നിലവിൽ വന്നു. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ സംസ്ഥാന റവന്യൂ മന്ത്രിയാണ്. അപ്പോൾ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി 2007 മെയ് 4 നിലവിൽ വന്നു. ആ സമയത്തെ കേരള മുഖ്യമന്ത്രി VS അച്യുതാനന്ദനാണ്. ആസ്ഥാനം എന്ന് പറയുന്നത് ഒബ്സർവേറ്ററി ഹെൽസാറെ വികാസ് ഭവൻ തിരുവനന്തപുരമാണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആപ്തവാക്യം ടുവേർഡ്സ് എ സേഫർ സ്റ്റേറ്റ് സുരക്ഷായാനമാണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആപ്തവാക്യം. അപ്പോൾ നിലവിൽ വന്ന 2007 മെയ് 4 ആ സമയത്ത് മുഖ്യമന്ത്രി VS അച്യുതാനന്ദനായിരുന്നു. ആപ്തവാക്യം സുരക്ഷായാനമാണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഘടന ചെയർമാന്, വൈസ് ചെയർമാന്, കൺവീനർ. ചെയർമാൻ മുഖ്യമന്ത്രിയായിരിക്കും. വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രിയാണ്. കൺവീനർ എന്ന് വെച്ചാൽ റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി. CEO ഉണ്ട്. സംസ്ഥാന ചീഫ് സെക്രട്ടറിയാണ് CEO ആയിട്ട് വരുന്ന. പരമാവധി അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ 10 പേരാണ്. കേരള ദുരന്ത നിവാരണ അതോറിറ്റി നിലവിലെ അംഗങ്ങൾ 7 പേരാണ്. അടുത്ത ക്വസ്റ്റ്യന് താഴെ തന്നിരിക്കുന്നത് തെറ്റായ ജോഡി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായ ജോഡി എന്ന് പറയുന്നത് 3 മാത്രമാണ്. തെറ്റായിട്ടുള്ള ജോഡി എന്ന് പറയുന്നത് ഹാങ് ആൻഡ് സൂചി എന്ന് പറഞ്ഞ ഭയത്തിൽ നിന്നുള്ള മോചനമാണ്. നെൽസൺ മണ്ടേല എന്ന് പറയുന്നത് ശാന്തത്തിലേക്കുള്ള ദീർഘയാത്ര. സൽമാൻ റുഷ്ദി എന്ന് വെച്ചാൽ സാത്താൻ്റെ വചനങ്ങൾ. ഇത് ഇത്രയാണ് പുസ്തകങ്ങൾ എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ താഴെ തന്നിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ഇന്ത്യൻ ഭരണഘടന ഭാഗികമായി അയവുള്ളതും ഭാഗികമായി ദൃഢവുള്ളതുമാണ്. എന്നാൽ ഇന്ത്യൻ ഭരണഘടന ഭാഗികമായി അയവുള്ളതും ഭാഗികമായി ദൃഢതയുള്ളതും ആണ് എന്നതാണ്.
ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത എന്ന് വെച്ചാൽ ഭാഗികമായി അയവുള്ളതും ഭാഗികമായി ദൃഢവുമാണ്. കടമെടുത്ത ഭരണഘടനയാണ്. ഏറ്റവും ബൃഹത്തായ ലിഖിത ഭരണഘടനയാണ്. ഏറ്റവും ബൃഹത്തായ ലിഖിത ഭരണഘടന, കേന്ദ്രീകൃത ഫെഡറൽ സംവിധാനം, ഗവൺമെൻറ്റിൻ്റെ പാർലമെൻ്ററി രൂപം, പാർലമെൻ്ററി പരമാധികാരത്തിൻ്റെയും ജുഡീഷ്യറിയുടെയും സമന്വയത്തിൻ്റെ മേൽക്കോയ്മ, സംയോജിതവും സ്വാതന്ത്ര്യമായ ജുഡീഷ്യറി, മൗലിക അവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, മതേതര രാഷ്ട്രം ഇവയൊക്കെ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ ആണ്. വൻകുടലിൽ വസിക്കുന്ന ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകമാണ് ജീവകം കെ. അപ്പം ജീവകം കെയുടെ ശാസ്ത്രീയ നാമം ഫില്ലോക്വിനോൺ എന്നാണ്. കരൾ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ജീവകം, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം, തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകമാണ് ജീവകം കെ. കുടലിലെ ബാക്ടീരിയ നിർമ്മിക്കുന്ന ജീവകം കെയുടെ അപര്യാപ്തത രോഗം എന്ന് വെച്ചാൽ ഹീമോഫീലിയാണ്. ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17 ആണ്. അപ്പം ജീവകം കെയുടെ ശാസ്ത്രനാമം എന്ന് വെച്ചാൽ ഫില്ലോക്വിനോൺ ആണ്. കരളിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകമാണ് ജീവകം കെ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം, തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം, കുടലിലെ ബാക്ടീരിയ നിർമ്മിക്കുന്ന ജീവകം ആണ്. പ്രായമായവരിൽ ഈസ്ട്രജൻ ഹോർമോൺ കുറയുന്നത് മൂലമുണ്ടാകുന്ന അസ്ഥിരോഗമാണ് ഓസ്റ്റിയോപൊറോസിസ്. നട്ടെല്ലിലെ അറ്റ്ലസ്, ആക്സിസ് എന്നീ കശേരുകൾക്ക് ഇടയിലായി കാണപ്പെടുന്ന സന്ധിയാണ് കീലസന്ധി എന്ന് പറയുന്നത്. കീലസന്ധി എന്താണ്? നട്ടെല്ലിലെ അറ്റ്ലസ്, ആക്സിസ് എന്നീ കശേരുകൾക്ക് ഇടയിൽ കാണപ്പെടുന്ന സന്ധിയാണ് കീലസന്ധി എന്ന് പറയുന്നത്. നട്ടെല്ലിലെ കശേരുക്കളുടെ എണ്ണം 26 മനുഷ്യൻ ജനിക്കുമ്പോൾ ശരീരത്തിലെ കശേരുക്കളുടെ എണ്ണം 33. ഒന്നാമത്തെ കശേരുവായ അറ്റ്ലസ് ഓക്സിപിറ്റൽ ആൻഡ് കോണ്ടൈലുകളുമായി സംയോജിച്ചിരിക്കുന്നു. തലയോട്ടിയിൽ നിന്ന് തുടങ്ങുന്ന നട്ടെല്ലുകൾ 5 വേർതിരിക്കുന്നുണ്ട്. അപ്പോൾ ഗോളരസന്ധി തോളെല്ല്, ഇടുപ്പല്ല് ഇവയിലാണ് ഗോളരസന്ധി. വിജാഗ്രസന്ധി കൈമുട്ടും കാൽമുട്ടുമാണ്. കീലസന്ധി തലയോടും നട്ടലിൻ്റെ മുകൾ ഭാഗവും ചേരുന്ന സ്ഥലം. തെന്നിനീങ്ങുന്ന സന്ധി കൈക്കുഴ, കാൽക്കുഴ. പരിയണസന്ധി തള്ളവിരൽ കാർപ്പലിൻ്റെയും മെറ്റാകാർപ്പലിൻ്റെയും ഇടയിലാണ്. ചിക്കൻ ഗുനിയ രോഗത്തിന് കാരണമാകുന്ന രോഗാണു എന്ന് വെച്ചാൽ ആൽഫ വൈറസ് ആണ്. ചിക്കൻ ഗുനിയ രോഗത്തിന് കാരണമാകുന്ന രോഗാണു. ഡെങ്കിപ്പനിക്ക് കാരണമാകുന്ന രോഗാണു ആൽഫ വൈറസ് ആണ്. കുരങ്ങുപനിക്ക് ഫ്ലിഫി വൈറസ് ആണ്. പന്നിപ്പനിക്ക് H1N1, പക്ഷിപ്പനിക്ക് H5N1 ആണ്. പോളിയോ വൈറസ് ആണ്. ചിക്കൻ ബോക്സ് വാൽസില്ല സോസ്റ്റർ ആണ്. വംശനാശം സംഭവിച്ച ഹോമിനിഡുകളുടെയും മനുഷ്യ പരിണാമത്തിൻ്റെയും ജനിതകഘടന സംബന്ധിച്ച പഠനം നടത്തിയ ശാസ്ത്രജ്ഞനാണ് സാൻഡേ പാബോ. സംസ്ഥാനത്ത് അനീമിയ പൂർണ്ണമായി തുടച്ചു നീക്കുക എന്ന ലക്ഷ്യവുമായി ആരോഗ്യവകുപ്പ് നടപ്പാക്കുന്ന വിപുലമായ പ്രചരണ പരിപാടിയാണ് വിവാ കേരളം. ഒരു വസ്തുവിൻ്റെ ചലനത്തിൽ കർശന ബലം ചെയ്യുന്ന പ്രവൃത്തിയെ താഴെ തന്നിരിക്കുന്ന എന്താണ്? നെഗറ്റീവാണ്. ഒരു വസ്തുവിൻ്റെ ചലനത്തിൽ കർശന ബലം ചെയ്യുന്ന പ്രവൃത്തിയാണ് നെഗറ്റീവ്. ഭൂമിയിൽ നിന്ന് ഒരു വസ്തുവിന് നൽകേണ്ട പാലായന പ്രവേഗം താഴെ തന്നിരിക്കുന്നതിൽ 2ഉം 4ഉമാണ്. അതായത് ഭൂമിയുടെ മാസ്, വസ്തുവിൻ്റെ ആരം എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു. 3/2 ആവർത്തനാങ്കമുള്ള ഒരു കോൺവെക്സ് ലെൻസിൻ്റെ വായുവിൽ 20 സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുണ്ടെങ്കിൽ 4/3 ആവർത്തനാങ്കമുള്ള ജലത്തിന് എത്ര ഫോക്കസ് ദൂരം ഉണ്ടാകും? 80 സെൻറ്റിമീറ്റർ. 2022 നവംബറിൽ EOS-06 ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിലെത്തിച്ച PSAV റോക്കറ്റാണ് PSAV-C-54. താഴെ പറയുന്ന ലൂയിസ് സിദ്ധാന്ത പ്രകാരം ആസിഡായി പരിഗണിക്കുന്നത് B ആണ്. പൂരിത ലായനി അല്ലാത്തവയിൽ ഭിന്നാത്മക മിശ്രിതം എന്ന ഗണത്തിൽ വരുന്നത് കഞ്ഞിവെള്ളം ആണ്. എന്താണ് പറഞ്ഞത്? പൂരിത ലായനി അല്ലാത്തവയിൽ ഭിന്നാത്മക മിശ്രിതം എന്ന ഗണത്തിൽ വരുന്നതാണ് ഏത് എന്ന് പറയുന്നത്? കഞ്ഞിവെള്ളം എന്ന് പറയുന്നത്. ലായനികളെല്ലാം മിശ്രിതങ്ങളാണ്. ഒരു മിശ്രിതത്തിൻ്റെ എല്ലാ ഭാഗത്തും ഘടകങ്ങളിൽ ഒരേ അനുപാതത്തിലാണ് ചേർന്നിരിക്കുന്നതെങ്കിൽ ഒരു മിശ്രിതത്തെ ഏകാത്മക മിശ്രിതം എന്ന് പറയാം. ഉപ്പ് ലായനി, പഞ്ചസാര ലായനി, വായു ആഭരണ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സ്വർണ്ണ ഇവയൊക്കെ. ഭിന്നാത്മക മിശ്രിതം എന്ന് വെച്ചാൽ ഒരു മിശ്രിതത്തിൻ്റെ എല്ലാ ഭാഗത്തും ഘടകങ്ങളിൽ ഒരേ അനുപാതത്തിലല്ല ചേർന്നിരിക്കുന്നതെങ്കിൽ ആ മിശ്രിതത്തെ ഭിന്നാത്മക മിശ്രിതം എന്ന് പറഞ്ഞു. ഉപ്പും മണലും ചെളിവെള്ളം, മണ്ണെണ്ണയും വെള്ളവും ചേർന്ന മിശ്രിതം. ഇവയെ ഘടകങ്ങളെ നഗ്നനേത്രം കൊണ്ട് വേർതിരിച്ച് കാണാൻ കഴിയുമോ? ഘടകകണികകളുടെ വലുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവയെ 3ആയിട്ട്, അതായത് ഭിന്നാത്മക മിശ്രിതത്തെ തന്നെ നമുക്ക് യഥാർത്ഥ ലായനി എന്നും കൊളോയിഡ് എന്നും സസ്പെൻഷൻ എന്നും പറയാം.
അത് ഈ കൊളോയിഡുകളിൽ അല്പം കൂടി വലിയ ലീനകണികളാണുള്ളത്. നേർത്ത കഞ്ഞിവെള്ളം, മഷി, മൂടൽ മഞ്ഞ് ഇവയൊക്കെ എന്ന് പറയുന്നത് എന്താണ്? ഭിന്നാത്മക മിശ്രിതം, അതായത് കൊളോയിഡിൽ വരുന്നതാണ്. നിത്യേന ആസിഡ് സ്വഭാവമുള്ളതും ആൽക്കലി സ്വഭാവമുള്ളതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാറുണ്ടെങ്കിലും രക്തത്തെ pH സ്ഥിരമായി നിൽക്കാൻ കാരണം രക്തം ഒരു ബഫർ ലായനി ആയതുകൊണ്ട്. നേർപ്പിക്കുമ്പോഴോ ചെറിയ അളവിൽ ആസിഡ് അല്ലെങ്കിൽ ബേസ് ചേർക്കുമ്പോഴോ ഉണ്ടാകുന്ന pH വ്യതിയാനത്തെ പ്രതിരോധിക്കുന്ന ലായനികളാണ് ബഫർ ലായനികൾ എന്ന് പറയുന്നത്. പ്രധാനമായി 2 തരം ബഫർ ലായനികളാണുള്ളത്: ആസിഡ് ബഫറുകളും ആൽക്കലൈൻ ബഫറും. രക്തം ഒരു ബഫർ ലായനിയാണ്. രക്തത്തെക്കുറിച്ചുള്ള പഠനമാണ് ഹെമറ്റോളജി എന്ന് പറയുന്നത്. രക്തത്തിൻ്റെ pH മൂല്യം 7.4 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ: അപ്പോളോ സ്പേസ് പ്രോഗ്രാമിൽ ഉപയോഗിച്ച മൂലകത്തിൻ്റെ ജ്വലന ഫലമായി ഉണ്ടാകുന്ന ഊർജം ഭാവിയിലേക്കുള്ള ഇന്ധനമായി കണക്കാക്കുന്നു. പ്രസ്തുത മൂലകം ഏത്? ഹൈഡ്രജനാണ്. മലയാളത്തിൻ്റെ ശാകുന്തളം എന്ന് വിശേഷിക്കപ്പെടുന്ന ആട്ടക്കഥയാണ് നളചരിതം. എം മുകുന്ദന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് കേശവൻ്റെ വിലാപങ്ങൾ. കേരള കലാമണ്ഡലം സ്ഥാപിതമായ 1930. 2018 ലോകകപ്പ് പുരുഷ ഹോക്കി മത്സരത്തിന് വേദിയായത് ഭുവനേശ്വർ. കേരളത്തെ ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ എന്നീ സംവിധാനങ്ങളുടെ ഏകീകരണം ശുപാർശ ചെയ്ത കമ്മിറ്റി ഖാദർ കമ്മിറ്റിയാണ്. ദ പാർട്ട് ഓഫ് ദ നോവൽ ഈസ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് എന്നാണ്. ആൻസർ വരുന്നതെന്ന് വെച്ചാൽ ലേറ്റർ ആണ്. LATTER ആണ്. ഏറ്റവും പുതിയത് എന്നർത്ഥമുള്ള സെൻറ്റൻസിൽ ലേറ്റസ്റ്റ് എന്ന് നമ്മൾ പറയും. ലേറ്റസ്റ്റ്. ശേഷം അല്ലെങ്കിൽ പിന്നീട് എന്നർത്ഥത്തിൽ ലേറ്റർ ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഇവിടെ ആൻസർ എന്ന് വെച്ചാൽ LATTER ആണ് വരുന്നത്. ദ എക്സ്പാൻഡഡ് ഫോം ഓഫ് CEO എന്ന് വെച്ചാൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. നോബഡി എൻജോയ് ദ മൂവി എന്ന് പറയുമ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഡിഡ്ഡയാണ്. അതായത് സെൻറ്റൻസിൽ ഓക്സിലറി വെർബ് സിംഗുലർ പ്ലൂറൽ ഏതു തന്നെയായാലും ടാഗ് ദയോടൊപ്പം പ്ലൂറൽ ഓക്സിലറി വെർബ് ഉപയോഗിക്കണം. അപ്പോൾ സെൻറ്റൻസിൽ ഓക്സിലറി വെർബ് എന്താണ്? സിംഗുലറോ പ്ലൂറലോ ഏത് തന്നെയായാലും ടാഗിൽ ദയോടൊപ്പം എന്ത് ഉപയോഗിക്കണം? പ്ലൂറൽ ഓക്സിലറി വെർബ് ഉപയോഗിക്കണം. ഓക്സിലറി വെർബായി ഡിഡ് ഹാഡ് വന്നാൽ ടാഗ് ദയോടൊപ്പം ഡിഡ് ഹാഡ് തന്നെ ഉപയോഗിക്കണം, മാറ്റമില്ല. ഇവിടെ ആൻസർ എന്ന് വെച്ചാൽ ഡിഡ് ദയാണ് വരുന്നത്. ഇറ്റ് ഈസ് ബെറ്റർ ടു കീപ്പ് സ്കൈ ഫോൺസ്. ആൻസർ എന്ന് വെച്ചാൽ അറ്റ് ആൻ ആംസ് ലെങ്ത് ആണ്. ദ ബി ക്രീപ്റ്റ് എലോങ് ഡാഷ് സ്ലോലി ഡാഷ് നെയിലാണ്. അസ് ആണ് വരുന്നത്. ആസ് എന്ന് വെച്ചാൽ പോസിറ്റീവ് ഡിഗ്രിയിലുള്ള സെൻറ്റൻസിനെ സൂചിപ്പിക്കുന്നു. അതിന് അഡ്ജക്റ്റീവ് ഒരു ആഡ്വർബ് പോസിറ്റീവ് ഡിഗ്രിയിൽ ആയിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പിക്ക് ഔട്ട് ദ റോങ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ D ആണ് റോങ് സെൻറ്റൻസ്. ദ മാനേജർ വിത്ത് ഓൾ ഹിസ് സ്റ്റാഫ് ആർ അറ്റൻഡിങ് ദ ഫംഗ്ഷൻ. വിത്ത് ഉപയോഗിച്ച് 2 സബ്ജക്റ്റുകളെ യോജിപ്പിക്കുമ്പോൾ ആദ്യത്തെ സബ്ജക്റ്റിനനുസരിച്ച് വെർബ് എഴുതണം. സിംഗുലർ സബ്ജക്റ്റിന് ശേഷം സിംഗുലർ വെർബും പ്ലൂറൽ സബ്ജക്റ്റിന് ശേഷം പ്ലൂറൽ വെർബും ഉപയോഗിക്കണം. ദ പിക്ക് ഔട്ട് ദ റോങ്ലി സ്പെൽഡ് ഡെലിഗേറ്റ് ആണ് തെറ്റായിട്ടുള്ളത്. ഡെലിഗേറ്റിൻ്റെ സ്പെല്ലിങ് DELI അല്ല വരുന്നത്, E തന്നെയാണ് വരുന്നത്. EGAT ആണ് ഡെലിഗേറ്റ് വരുന്നത്. ഇഫ് എ പേഴ്സൺ കനോട്ട് ബി ഡിഫീറ്റഡ് ഹി ഈസ് കോൾഡ് ഡാഷ് പേഴ്സൺ. ഇൻവിൻസിബിൾ ആണ് ആൻസറായിട്ട് വരുന്നത്. അതേകൂട്ട് തന്നെ ഇമ്മോർട്ടൽ എന്ന് വെച്ചാൽ ലിവിങ് ഫോർ എവർ ആണ് ഇമ്മോർട്ടൽ എന്ന് പറയുന്നത്. ഇനിമിറ്റബിൾ എന്ന് വെച്ചാൽ സംതിങ് ദാറ്റ് കനോട്ട് ബി ഇമിറ്റേറ്റഡ് എന്നാണ് അർത്ഥം. അടുത്ത ക്വസ്റ്റ്യൻ: വിച്ച് വേർഡ് ഈസ് നോട്ട് എ സിനോണിം ഓഫ് ദ ലേസി. ലേസിയുടെ സിനോണിം അല്ലാത്തത് ഇൻസെസൻറ്റ് ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പിക്ക് ഔട്ട് ദ പാസീവ് ഫോം ഓഫ് ദ സെൻറ്റൻസ്. വേർ ഡിഡ് ഷീ ഹൈഡ് ദ നെക്ലേസ്. ആൻസർ വരുന്നത് വേർ വാസ് ദ നെക്ലേസ് ഹിഡൻ. WH വേർഡിൽ ആരംഭിക്കുന്ന ചോദ്യവാക്യങ്ങൾ പാസീവിലേക്ക് മാറ്റുമ്പോൾ എന്താണ് ആദ്യം വരുന്നത്? ക്വസ്റ്റ്യൻ വേർഡ് ഓക്സിലറി വെർബ് ഒബ്ജക്റ്റ് പ്ലസ് V3 ആണ് വരുന്നത്. ആക്റ്റീവ് വോയിസിലെ ഡിഡ് എന്ന ഓക്സിലറി വെർബ് പാസീവ് വോയിസിലോട്ടാക്കുമ്പോൾ വാസോ വേറോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ വേർ ഡിഡ് എന്നാണ്. ഡിഡ് എന്തായിട്ട് മാറും? വാസ് എന്ന് വേറായിട്ട് വരും. അപ്പം വേർ വാസ് ദ നെക്ലേസ് ഹിഡൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസയാണ്. അറിയാനുള്ള ആഗ്രഹം എന്തെന്ന് പറയും? ജിജ്ഞാസോ. പഠിക്കാൻ ആഗ്രഹിക്കുന്നവൻ പിബഡിഷു. ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ ബുഫുഷു. കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ പിബാസു. തുളസീദാസ രാമായണം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. വാൽമീകി രാമായണം
മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് വള്ളത്തോൾ. ഋഗ്വേദം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ ഋഗ്വേദം വള്ളത്തോൾ ആണ്. ഒരു സംസ്ഥാനത്തെത്തിക്കുക എന്നർത്ഥത്തിൽ വരുന്നത് കടവടിപ്പിക്കുക എന്നാണ്. കടവടിപ്പിക്കുക. അർത്ഥമുറിച്ച് പറയുന്നതിനെയാണ് തീർത്തു പറയുക എന്ന് പറയുന്നത്. പ്രാചി എന്ന വാക്കിൻ്റെ വിപരീത പദം വരുന്ന പദം ഏതാണ്? പ്രതീചി ആണ്. ശാരിക എന്ന വാക്കിൻ്റെ പര്യായപദമല്ലാത്ത പദം ചകോരമാണ്. ശാരിക, കീരം, ശുകം എന്നിവ തത്തയുടെ പര്യായപദമാണ്. തത്തയുടെ പര്യായപദം ശുകം, കീരം, ശാരിക ആണ്. ചകോരം എന്ന് വെച്ചാൽ എന്താണ്? ചെമ്പോത്ത് അല്ലെങ്കിൽ ഉപ്പനാണ് ചകോരം എന്ന് പറയുന്നത്. വീട് പണി എന്ന് വെച്ചാൽ വീടു പണി എന്നത് ആൻസർ വീടു പണിയാണ്. വിൺതലം എങ്ങനെയാണ് എഴുതുന്നത്? വിൺ പ്ലസ് തലമാണ് വിൺതലം എന്ന് പറയുന്നത്. കേമൻ പിരിച്ചെഴുതുക. കേമം പ്ലസ് ആൻ ആണ് കേമൻ എന്ന് പറയുന്നത്. കർത്തൃ എന്ന പദത്തിൻ്റെ പുല്ലിംഗം കർത്താവ് ആണ്. കർത്തൃ, കർത്താവ്. തമ്പി എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപമാണ് തങ്ക. തമ്പി, തങ്ക. സാമാന്യലിംഗ ബഹുവചന രൂപമായ അവ എന്നതിൻ്റെ ഏകവചന രൂപം താഴെ കൊടുത്ത ഏതാണ്? അത് ആണ്.